ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കൊന്ന് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ അവാർഡിന് അർഹനായത് ആരാണ്? പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ അവാർഡിന് അർഹനായത് ആരാണ്? സി ഭാഗ്യനാഥ്. 2025 ചൈന ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ്. 2025 ചൈന ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? യാനിക് സിന്നർ. ആണ്. വനിതാ വിഭാഗം ജേതാവ് ആരാണ്? അമാൻഡ അനസിമോവ. രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ട്രസ്റ്റിന്റെ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? എന്താണ്? രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ട്രസ്റ്റിന്റെ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? കെ എസ് ചിത്രയാണ്. കേരള ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയിൽ അംഗമാകുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. കേരള ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയിൽ അംഗമാകുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? വിജയരാജ മല്ലികയാണ്. കേരള ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയിൽ അംഗമാകുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. അർബുദം, അൽഷിമസ് തുടങ്ങിയ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന നൂതന കൃത്രിമ മിറർ ഇമേജ് നാനോപോർ വികസിപ്പിച്ച സ്ഥാപനം. അർബുദം, അൽഷിമസ് തുടങ്ങിയ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന നൂതന കൃത്രിമ മിറർ ഇമേജ് നാനോപോർസ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയാണ്. വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതാണ്? വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ് INS ആന്ത്രോത്ത്. ഗോവൻ മാതൃകയിൽ കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര നിലവിൽ വരുന്നത് എവിടെയാണ്? കുന്തിപ്പുഴ, പാലക്കാട്. ഭാരതപ്പുഴയിലാണ് വരുന്നത്. ഗോവൻ മാതൃകയിൽ കേരളത്തിലെ ആദ്യ ജലബന്ധാര തടയണ നിലവിൽ വരുന്നത് എവിടെയാണ്? കുന്തിപ്പുഴ, പാലക്കാട്. ഭാരതപ്പുഴയിലാണ് നിലവിൽ വരാൻ പോകുന്നത്. ഏത് നദിയിലാണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴ, പാലക്കാടാണ് നിലവിൽ വരാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ റിവർ റോഡ് ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ അണ്ടർ റിവർ റോഡ് ടണൽ നിലവിൽ വരുന്ന എവിടെയാണ്? അസമിലാണ്. അസമിലെ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ റിവർ റോഡ് ടണൽ നിലവിൽ വരുന്നത്. ബ്രഹ്മപുത്ര നദിയിലാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിതനായത് ആരാണ്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിതനായത് ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായിട്ട് നിയമിതനാകാൻ പോകുന്നത് ആരാണ്? സഞ്ജു സാംസൺ ആണ്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.